നമസ്കാരം. ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. സൗജന്യ നിയമസഹായം നൽകുന്നതിനുള്ള ഒരു സംരംഭമായ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം കേരളത്തിൽ ആരംഭിച്ചത് 2023 ജനുവരി 3-നാണ്. അപ്പോൾ സൗജന്യ നിയമസഹായം നൽകുന്നതിനുള്ള ഒരു സംരംഭമായ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം കേരളത്തിൽ ആരംഭിച്ചത് എന്നാണ് 2023 ജനുവരി 3-നാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മൃഗങ്ങൾക്കായുള്ള ആദ്യത്തെ IVF യൂണിറ്റ് ആരംഭിച്ചത്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലാണ് മൃഗങ്ങൾക്കായുള്ള ആദ്യത്തെ IVF യൂണിറ്റ് ആരംഭിച്ചത്. ഗവേഷകർക്കുള്ള മൂന്നാമത്തെ കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2023 ലഭിച്ചത് സലീം യൂസഫ്. സലീം യൂസഫിനാണ് ഗവേഷകർക്കുള്ള മൂന്നാമത്തെ കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2023 ലഭിച്ചത്. കേന്ദ്ര സർക്കാർ 500,000 രൂപയുടെ കറൻസി നോട്ടുകൾ അസാധുവാക്കിയത് 2016-ലാണ്. അപ്പോൾ 2016 കേന്ദ്ര സർക്കാർ 500, 1000 എന്നീ രൂപയുടെ കറൻസി നോട്ടുകൾ അസാധുവാക്കി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് അംബികാസുധൻ മങ്ങാടാണ്. അപ്പോൾ 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാട്. 2023 ആദ്യ 6 മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യമാണ് സ്വീഡൻ. 2023 ആദ്യ 6 മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യമാണ് സ്വീഡൻ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ് സാവിത്രിഭായി ഭൂലെ. അപ്പോൾ സാവിത്രിഭായി ഭൂലെയാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക. ആ വനിതാ അധ്യാപികയുടെ ജന്മദിനമാണ് ജനുവരി 3. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് ഓപ്പറേഷൻ NTPC ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ 2022 ഓടക്കുഴൽ അവാർഡിന് തിരഞ്ഞെടുത്തത് ആരെയാണ്? അംബികാസുധൻ മങ്ങാട്. 2023 ആദ്യ 6 മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യം സ്വീഡൻ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക സാവിത്രിഭായി ഭൂലെയുടെ ജന്മദിനം എന്നാണ് ജനുവരി 3. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് ഓപ്പറേഷൻ NTPC ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ചെന്നൈയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് 3D പ്രിന്റിംഗിലൂടെ നിർമ്മിച്ച അർദ്ധക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് അഗ്നിബാൺ വിക്ഷേപിച്ചത് എന്നാണ്? 2024 മാർച്ച് 30-നാണ് അഗ്നിബാൺ വിക്ഷേപിച്ചത്. അപ്പോൾ ചെന്നൈയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പാണ് ഏത്? അഗ്നികുൽ കോസ്മോസ് 3D പ്രിന്റിംഗിലൂടെ നിർമ്മിച്ച അർദ്ധക്രയോജനിക് എഞ്ചിൻ റോക്കറ്റാണ് അഗ്നിബാൺ. ഈ അഗ്നിബാൺ വിക്ഷേപിച്ചതെന്നാണ്? 2024 മാർച്ച് 30-നാണ്. ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക് എഞ്ചിനാണ് ചെന്നൈ ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച അഗ്നിബാൺ റോക്കറ്റിന്റേത്. സ്ത്രീകളിലെ കാൽസ്യം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് RL ബീന. സ്ത്രീകളിലെ കാൽസ്യം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? RL ബീന. തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പാക്കാനുമായുള്ള റെയിൽവേയുടെ പദ്ധതിയാണേത്? മേരി സഹേലി, എന്റെ കൂട്ടുകാരി. അപ്പോൾ മേരി സഹേലിയാണ് തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള റെയിൽവേയുടെ പദ്ധതി. ഖത്തർ ഫുട്ബോൾ ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം തഹസിൻ ജംഷീദ്. തഹസിൻ ജംഷീദാണ് ഖത്തർ ഫുട്ബോൾ ടീമിൽ എത്തുന്ന ആദ്യത്തെ മലയാളി താരം. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട
വനിതാ ബാഡ്മിന്റൺ കളിക്കാരി ആരാണ്? PV സിന്ധുവാണ്. അപ്പോൾ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട വനിതാ ബാഡ്മിന്റൺ കളിക്കാരി ആരാണ്? PV സിന്ധു. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്കാണ്. കേരളത്തിലെ മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാങ്കാണേത്? കേരള ഗ്രാമീൺ ബാങ്ക്. 20,000 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രാദേശിക ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. മ്യാൻമാർ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിച്ചത് 2023 ജനുവരി 4-നാണ്. മ്യാൻമാർ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ജനുവരി 4-നാണ്. 2023 ജനുവരിയിൽ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് അലീഡ ഗുവേരയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ച അവാർഡ് ഏതാണ്? ഗൗരിയമ്മ പുരസ്കാരം. അപ്പോൾ 2023 ഗൗരിയമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അലീഡ ഗുവേര. UN-ന്റെ ഡാഗ് ഹമ്മർസ്കോൾഡ് മെഡൽ നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ സമാധാന സേന അംഗം ആരാണ്? നായിക് ധനഞ്ജയ് കുമാർ സിംഗ് ആണ്. നായിക് ധനഞ്ജയ് കുമാർ സിംഗിനാണ് മരണാനന്തരമായിട്ടാണ് ഈ മെഡൽ ലഭിച്ചത്. UN-ന്റെ ഡാഗ് ഹമ്മർസ്കോൾഡ് മെഡൽ നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ സമാധാന സേന അംഗം ആരാണ്? നായിക് ധനഞ്ജയ് കുമാർ സിംഗ്. രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2024 20ാമത് P. കേശവദേവ് സാഹിത്യ അവാർഡിന് അർഹമായത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ 2024 20ാമത് P. കേശവദേവ് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. 2024 ജൂണിൽ GST ഭവൻ സ്ഥാപിച്ചത് എവിടെയാണ്? റോഹ്തക്കിലാണ്. ഹരിയാനയിലെ റോഹ്തക്കിലാണ് 2024 GST ഭവൻ സ്ഥാപിച്ചത്. ഹരിയാനയിലെ റോഹ്തക്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർപേഴ്സൺ ആണ് GST ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ 2024 GST ഭവൻ സ്ഥാപിച്ചത് എവിടെയാണ്? റോഹ്തക്കിലാണ് GST ഭവൻ. 2024 ജൂൺ 6-ന് പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പ്. സ്റ്റാർഷിപ്പ് ആണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ്. 2024 ജൂൺ 6-നാണ് പരീക്ഷിച്ചത്. കാവേരി ഒരു നീണ്ട തർക്കം ഇതാരുടെ പുസ്തകമാണ്? T. രാമകൃഷ്ണൻ. അപ്പോൾ T. രാമകൃഷ്ണന്റേതാണ് കാവേരി ഒരു നീണ്ട തർക്കം എന്ന പുസ്തകം. ഡയറക്ടറേറ്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഏർപ്പെടുത്തിയ 2024 പരിസ്ഥിതി മിത്രം അവാർഡ് കേരളത്തിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത്? സാബു ജോസഫ്. ഡയറക്ടറേറ്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഏർപ്പെടുത്തിയ 2024 പരിസ്ഥിതി മിത്രം അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കേരളത്തിൽ നിന്ന് സാബു ജോസഫ്. 2024 ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേന കപ്പൽ INS മൈസൂർ. INS മൈസൂർ ആണ് 2024 ജൂണില് രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ. 2024 ജൂൺ 2-ന് തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരളത്തിൽ നിന്നുള്ള അത്ലറ്റിന്റെ പേര് എന്താണ്? നയന ജെയിംസ്. നയന ജെയിംസ്. 2024 ജൂണിൽ തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരളത്തിൽ നിന്നുള്ള അത്ലറ്റാണ് ഏത്? നയന ജെയിംസ്. ഐസ്ലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഹല്ല ടോമസ് ദോട്ടിർ. ഹല്ല ടോമസ് ദോട്ടിർ ആണ് ഐസ്ലൻഡിന്റെ പ്രസിഡന്റ്. അടുത്തിടെ വിരമിച്ച UN-ലെ ഇന്ത്യൻ പ്രതിനിധിയായ ആദ്യത്തെ വനിത രുചിര കമ്പോജ്. രുചിര കമ്പോജ് ആണ്
അടുത്തിടെ വിരമിച്ച UN-ലെ ഇന്ത്യൻ പ്രതിനിധിയായ ആദ്യത്തെ വനിത. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേര് എന്താണ്? സുനിത വില്യംസ് ആണ്. അപ്പോൾ സുനിത വില്യംസ് 3 തവണയാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ഏത് ബഹിരാകാശ പേടകത്തിലാണ്? നാസയുടെ ബഹിരാകാശ പേടകമായ ബോയിങ് സ്റ്റാർലൈനറിലാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് യാത്ര നടത്തിയത്. DRDOയുടെ കേരളത്തിലെ ഏക ലബോറട്ടറിയായ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറിയുടെ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? ദുവ്വുരി ശേഷഗിരി. ദുവ്വുരി ശേഷഗിരിയാണ് DRDOയുടെ കേരളത്തിലെ ഏക ലബോറട്ടറിയായ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറിയുടെ ഡയറക്ടർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 മെയ് 30 അലാസ്കയിൽ ആരംഭിച്ച വ്യോമാഭ്യാസ റെഡ് ഫ്ലാഗിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനമാണ് പങ്കെടുത്തത്? റഫാൽ യുദ്ധവിമാനങ്ങൾ. മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ക്ലോഡിയ ഷെയിൻബോം. മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ക്ലോഡിയ ഷെയിൻബോം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് ഏത് ബയോളജിക്കൽ പാർക്കിലാണ് തുറന്നത്? ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക്. ബനാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് തുറന്നത്. സ്കൂൾ ഇൻ എ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. അസമിലാണ് സ്കൂൾ ഇൻ എ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ചത്. വീടും കുടുംബാംഗങ്ങളും നഷ്ടമായതിന്റെ ആഘാതത്തെ നേരിടാൻ കുട്ടികളെ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ വർഷത്തെ 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MN കാരശ്ശേരിക്കാണ്. 2024 ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MN കാരശ്ശേരി. 2024 ജൂണിൽ US-മായി ഉണ്ടാക്കിയ കുറ്റസമ്മത കരാറിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ മോചിതനായ വിക്കിലീക്സിന്റെ മാധ്യമ കമ്പനിയുടെ സ്ഥാപകൻ. വിക്കിലീക്സ് മാധ്യമ കമ്പനിയുടെ സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ച്. അപ്പോൾ 2024 ജൂണിൽ US-മായി ഉണ്ടാക്കിയ കുറ്റസമ്മത കരാറിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ മോചിതനായ വിക്കിലീക്സ് മാധ്യമ കമ്പനിയുടെ സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ച്. വിക്കിലീക്സിന്റെ സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ച്. സാഹിത്യകാരി P. വത്സലയുടെ അവസാനത്തെ നോവൽ ഏത്? ചിത്രലേഖ. സാഹിത്യകാരി P. വത്സലയുടെ അവസാന നോവൽ ഏതാണ്? ചിത്രലേഖയാണ്. വിദ്യാഭ്യാസത്തിനും അതിജീവനത്തിനുമായി ബീഹാറിലേക്ക് പോകുന്ന മലയാളിയായ ഗ്രാമീണ പെൺകുട്ടിയുടെ കഥയാണ് ഈ നോവലിലൂടെ പറയുന്നത്. അപ്പോൾ ചിത്രലേഖയിലൂടെ എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസത്തിനും അതിജീവനത്തിനുമായി ബീഹാറിലേക്ക് പോകുന്ന മലയാളിയായ ഗ്രാമീണ പെൺകുട്ടിയുടെ കഥയാണിത് ചിത്രലേഖ. 2024 ജൂണിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപമുള്ള ഭ്രമണപഥത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യയുടെ ഉപഗ്രഹം ഏതാണ്? റിസർച്ച് P1. റിസർച്ച് P1. 2024 T20 കപ്പ് ജേതാവ് ഇന്ത്യയാണ്. അപ്പോൾ 2024 T20 ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യക്കാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പുതിയ കേരള ലോകായുക്ത ജസ്റ്റിസൻ അനിൽകുമാർ. അപ്പോൾ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? കേരള ലോകായുക്ത ജസ്റ്റിസൻ അനിൽകുമാറാണ് കേരള ലോകായുക്ത. ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? ചേവായൂർ, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേവായൂരാണ്. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? മാർക്ക് റൂട്ടെ. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്.
ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. നികുതി വർധന ഉൾപ്പെടുന്ന ധനകാര്യ ബിൽ പാസാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യം ആണ് കെനിയ. നികുതി വർധന ഉൾപ്പെടുന്ന ധനകാര്യ ബിൽ പാസാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? കെനിയ. 2024 പെൻവിന്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. 2024 പെൻവിന്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ആരാണ്? ഡോക്ടർ KG പൗലോസ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ KG പൗലോസ്. 2024 ജൂണിൽ അന്തരിച്ച കൊൽക്കട്ടയുടെ ചരിത്രകാരൻ എന്നറിയപ്പെട്ട മലയാളി ആരാണ്? P. തങ്കപ്പൻ നായർ. കൊൽക്കട്ടയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? P. തങ്കപ്പൻ നായർ. 18ാമത് ലോകസഭയിലെ പ്രോടേം സ്പീക്കറായി നിയമിതനായത് ആരാണ്? ഭർതൃഹരി മെഹ്താബ്. ഭർതൃഹരി മെഹ്താബാണ് 18ാമത് ലോകസഭയിലെ പ്രോടേം സ്പീക്കർ. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ ഇന്ത്യയിലെ മുഖ്യ വേദി ശ്രീനഗറാണ്. കാശ്മീരിലെ ശ്രീനഗർ. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യവേദി കാശ്മീരിലെ ശ്രീനഗർ. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയമാണ് അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നതാണ് 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. ശ്രീനഗർ, കാശ്മീരിലെ ശ്രീനഗറിലാണ് 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മുഖ്യവേദിയായത്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്താണ്. 2ാം സ്ഥാനത്ത് കേരളം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2ാം സ്ഥാനത്ത് കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി അമേരിക്കയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി അമേരിക്ക. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക പന്താണ് പ്യൂമ. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കപ്പൽ ഏതാണ്? INS സൂററ്റ് ആണ്. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കപ്പൽ ഏതാണ്? INS സൂററ്റ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിനാണ്. അപ്പോൾ 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിനാണ്. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് ഉണ്ണി അമ്മയമ്പലത്തിന് പുരസ്കാരം ലഭിച്ചത്. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ഉണ്ണി അമ്മയമ്പലത്തിന് ലഭിച്ചത്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 ജൂണിൽ നിലവിൽ വന്ന കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായ മലയാളികൾ ആരൊക്കെയാണ്? സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അപ്പോൾ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് 2024 ജൂണിൽ നിലവിൽ വന്ന കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായ മലയാളി. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് അനാമിക ബി രാജീവ്. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12 ആണ്. 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക.
എന്താണ് 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം? നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക. ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 12. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഈ പദവിയിൽ തുടർച്ചയായി 3 തവണ നിയമിതനാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി തുടർച്ചയായി 3 തവണ നിയമിതനാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് അജിത് ഡോവൽ. പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ മമ്മൂട്ടി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണ്? വിദ്യാമൃതം. വിദ്യാമൃതം എന്ന പദ്ധതിയാണ് പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാനായി മമ്മൂട്ടി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി. ടൈഗർ റിസർവ് ആക്കാനൊരുങ്ങുന്ന സുഹേൽവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അപ്പോൾ സുഹേൽവ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. അടുത്തിടെ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തി പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. അപ്പോൾ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരോദുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8. 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? പുതിയ ആഴങ്ങളെ ഉണർത്തുക. പുതിയ ആഴങ്ങളെ ഉണർത്തുക എന്നതാണ് 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹഹസ്തം. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസ വേതനം എത്രയാണ്? 346 രൂപയാണ്. 346 രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ദിവസ വേതനം. 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലിയിലാണ്. അപ്പോൾ 2024 G7 ഉച്ചകോടി ഇറ്റലി. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? മുംബൈയാണ് 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ്? സുധാമൂർത്തി. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ്? സുധാമൂർത്തി. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഹാരിയർ. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹാരിയർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? ബീഹാറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാർ.
2024 മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ്? ബി സായി പ്രണീത്. 2024 മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് ബി സായി പ്രണീത്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ബ്രസീൽ. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതാണ്? മോഹിനി. അപ്പോൾ മോഹിനി എന്ന ചിത്രം ആരുടേതാണ്? രാജാ രവിവർമ്മയുടേതാണ്. 17 കോടി രൂപയ്ക്കാണ് ലേലത്തിൽ വിറ്റുപോയത് രാജാ രവിവർമ്മ ചിത്രമായ മോഹിനി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അബുദാബി. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? അബുദാബി. 2024 അക്ഷയശ്രീ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. 2024 അക്ഷയശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം നടന്നത് എന്നാണ്? ഏപ്രിൽ 8. 2024 ആദ്യത്തെ സൂര്യഗ്രഹണം നടന്നത് എന്നാണ്? ഏപ്രിൽ 8 പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീര. അപ്പോൾ ആദ്യത്തെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KR മീര. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? വീട്ടുമുറ്റത്തെ വിദ്യാലയം. പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് 2023 നേടിയ മുഹമ്മദ് ഇർഫാൻ അലി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ്? ഗയാന. അപ്പോൾ ഗയാനയുടെ രാഷ്ട്രപതി ആരാണ്? മുഹമ്മദ് ഇർഫാൻ അലി. ചൈനയുടെ പിന്തുണയോടെ പൊക്കാറ റീജിയണൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത രാജ്യം നേപ്പാളാണ്. ചൈനയുടെ പിന്തുണയോടെ പൊക്കാറ റീജിയണൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏതാണ്? നേപ്പാൾ. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം 2023 ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഒഡീഷ. ഒഡീഷയിലാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് 40 സ്വർണവും അടക്കം 126 മെഡലുകളാണ് ലഭിച്ചത്. അമേരിക്കയ്ക്ക് ആകെ ലഭിച്ച മെഡലുകൾ എത്രയാണ്? 126 മെഡലാണ്. 40 സ്വർണമാണ് അമേരിക്കയ്ക്ക് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. ചൈനയ്ക്ക് 40 സ്വർണം ലഭിച്ചു. ആകെ എത്ര മെഡലുകളാണ്? 91 മെഡലുകളാണ്. മൂന്നാം സ്ഥാനം ജപ്പാനാണ്. 20 സ്വർണം ലഭിച്ചു. 20 സ്വർണ്ണമടക്കം ആകെ എത്ര മെഡലാണ്? 45 മെഡലാണ്. അപ്പോൾ 2024 നടന്ന പാരീസ് ഒളിമ്പിക്സില് മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് 40 സ്വർണമാണ് ലഭിച്ചത്. ആകെ 126 മെഡലുകളാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചത് ചൈനയ്ക്കാണ്. ആകെ സ്വർണം 40 ആകെ 91 മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചത്. മൂന്നാം സ്ഥാനം ജപ്പാനാണ്. 20 സ്വർണമാണ് ജപ്പാന് ലഭിച്ചത്. ആകെ എത്ര മെഡലുകളാണ്? 45 മെഡലുകളാണ് ജപ്പാന് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71 സ്ഥാനമാണ്. ഇന്ത്യക്ക് 1 വെള്ളിയും 5 വെങ്കലവും അടക്കം ആകെ എത്ര മെഡൽ ലഭിച്ചു? 6 മെഡലാണ് ലഭിച്ചത്. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ലഭിച്ചത്. അങ്ങനെ 6 മെഡലുകളാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? അമൻ ഷെരാവത്ത്. അമൻ ഷെരാവത്താണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അമൻ ഷെരാവത്ത്. അമൻ ഷെരാവത്തിന് പുരുഷ ഗുസ്തിയിലാണ് വെങ്കല മെഡൽ ലഭിച്ചത്.
2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. 3-ാം തവണയാണ് ലോസ് ഏഞ്ചൽസിൽ ഒളിമ്പിക്സ് നടക്കുന്നത്. 3-ാം തവണയാണ് ലോസ് ഏഞ്ചൽസിൽ ഒളിമ്പിക്സ് നടക്കുന്നത്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ആർദ്ര കേരള പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ: മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരമ്പ്ര കോഴിക്കോട്, മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം, മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ആർദ്ര കേരളം പുരസ്കാരം. ഇത് 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? മികച്ച ജില്ലാ പഞ്ചായത്താണ് എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ പേരമ്പ്ര, മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മണീട്, മികച്ച മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലെ പൊന്നാനി, മികച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷോത്തമ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? CD രവീന്ദ്രൻ നായർ, ഇടുക്കിയിലെ വണ്ടൻമേടാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് CD രവീന്ദ്രൻ നായർക്കാണ്. 2023 കർഷക തിലകം പുരസ്കാരം ലഭിച്ചത് ബിന്ദു കെ, കണ്ണൂർ പട്ടുവം, ബിന്ദു കെക്കാണ്. 2023 മികച്ച തെങ്ങു കർഷകനുള്ള കേരകേസരി പുരസ്കാരം ലഭിച്ചത് PT സുഷമ, താനാളൂർ മലപ്പുറം. PT സുഷമയ്ക്കാണ് 2023 മികച്ച തെങ്ങു കർഷകനുള്ള കേരകേസരി പുരസ്കാരം ലഭിച്ചത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശിഷ്ട സേവനത്തിനുള്ള വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി വനിത ആരാണ്? ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശിഷ്ട സേവനത്തിനുള്ള വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി വനിത ആരാണ്? ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ. 2024 ഓഗസ്റ്റിൽ 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? 1 രൂപ നോട്ടാണ്. 2024 ഓഗസ്റ്റിൽ 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? 1 രൂപയുടെ നോട്ടാണ്. 1949 ഓഗസ്റ്റ് 12 കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് പുറത്തിറക്കിയത്. അപ്പോൾ ആദ്യമായിട്ട് കേന്ദ്ര ധനമന്ത്രാലയം 1 രൂപ നോട്ട് പുറത്തിറക്കിയതെന്നാണ്? 1949 ഓഗസ്റ്റ് 12. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി നോട്ട് പുറത്തിറങ്ങിയിട്ട് 2024 എത്ര വർഷമാണ് ആകുന്നത്? 75 വർഷമാണ്. കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി ഏത്? വെളിച്ചം. കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വെളിച്ചം. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിത ഏതാണ്? ഉറ്റവർ. അപ്പോൾ ഉറ്റവർ എന്ന കവിത ആരുടേതാണ്? കവി പ്രഭാവർമ്മയുടേതാണ്. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ചുള്ള കവിതയാണ് ഇത്? ഉറ്റവർ. ഇത് എഴുതിയത് പ്രഭാവർമ്മ. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതി ഏത്? ആയുഷ്മാൻ ഭവ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആയുഷ്മാൻ ഭവ. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വേണ്ടി
5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി ഏതാണ്? സത്യമേവ ജയതേ. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കുവാനായിട്ട് 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി ഏതാണ്? സത്യമേവ ജയതേ എന്നതാണ്. പദ്ധതി നടപ്പിലാക്കുന്നത് കൈറ്റ് കേരളയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ആരാണ്? അജയ് കുമാർ സൂദാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ്. റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. 25ാമത് റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ മാധവി പുരി ബച്ച്. സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? മാധവി പുരി ബച്ച്. നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദ്, റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തികാന്ത ദാസ്, സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ മാധവി പുരി ബച്ച്, സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. മ്യാൻമാർ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ജനുവരി 4-നാണ് മ്യാൻമാർ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത്. 2023 ജനുവരിയിൽ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് അലീഡ ഗുവേരയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ച അവാർഡ് ഏതാണ്? ഗൗരിയമ്മ പുരസ്കാരം. പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് 2023 നേടിയ മുഹമ്മദ് ഇർഫാൻ അലി ഏത് രാജ്യത്തെ രാഷ്ട്രപതിയാണ്? ഗയാന. ചൈനയുടെ പിന്തുണയോടെ പൊക്കാറ റീജിയണൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏതാണ്? നേപ്പാളാണ്. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം 2023 ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ഒഡീഷയിലാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. തുടർച്ചയായ 2ാം ദേശീയ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ദിവ്യ ദേശ്മുഖ് ആണ്. അപ്പോൾ തുടർച്ചയായിട്ട് 2ാം ദേശീയ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. 61ാമത് കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ചാമ്പ്യന്മാരായ ജില്ല കോഴിക്കോട്. 61ാമത് കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? കോഴിക്കോടാണ്. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് 2023 നേടിയത് SS രാജമൗലി. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് 2023 നേടിയത് ആരാണ്? SS രാജമൗലി. 2023 ജനുവരി 28-ന് വർഷം തോറും ആചരിക്കുന്ന ദേശീയ ശാസ്ത്ര ദിനം 2023 പ്രമേയം എന്താണ്? ആഗോളക്ഷേമത്തിനായുള്ള ഗ്ലോബൽ സയൻസ്. അപ്പോൾ ദേശീയ ശാസ്ത്രദിനം എന്നാണ്? ജനുവരി 28 ദേശീയ ശാസ്ത്ര 2023 പ്രമേയം ആഗോളക്ഷേമത്തിനായുള്ള ഗ്ലോബൽ സയൻസ്. 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 3700 അണക്കെട്ടുകൾക്ക് ആകെ സംഭരണത്തിന്റെ എത്ര ശതമാനമാണ് ചെളി കാരണം നഷ്ടമാകുക? 26%. അപ്പോൾ 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 3700 അണക്കെട്ടുകൾക്ക് ആകെ സംഭരണത്തിന്റെ 26% ചെളി കാരണം നഷ്ടപ്പെടുന്നു. 2023 ഹരിവരാസന പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി. അടുത്തിടെ ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയിട്ടുള്ളത്? ഡോക്ടർ ഇ ജാനകിയമ്മാളുടെ പേരാണ് ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ സസ്യത്തിന് നൽകിയിരിക്കുന്നത്. ഡോക്ടർ ഇ ജാനകിയമ്മാൾ ഒരു സസ്യശാസ്ത്രജ്ഞയാണ്. SBIയുടെ ചെയർമാൻ CS ഷെട്ടി SBI ചെയർമാൻ. ഓസ്ട്രേലിയയും ചെക്ക് റിപ്പബ്ലിക്കിലെയും പാർട്ടികളെ കൂട്ടി യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ പുതിയൊരു സഖ്യം ഉണ്ടാക്കുന്ന രാജ്യം ഏതാണ്? ഹംഗറി. ഓസ്ട്രിയയിലെയും ചെക്ക് റിപ്പബ്ലിക്കിലെയും പാർട്ടികളെ കൂട്ടി യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ പുതിയൊരു സഖ്യമുണ്ടാക്കുന്ന രാജ്യം ഏതാണ്? ഹംഗറി.
ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പ്. അപ്പോൾ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനമാണ്? ട്രിപ്പിൾ ജമ്പ്. ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ഏറ്റവും ശക്തമായ ആണവേതര സ്ഫോടക വസ്തുവിന്റെ പേര് എന്താണ്? സെബക്സ് 2. ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തുവിന്റെ പേരെന്താണ്? സെബക്സ് 2. കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് ഇനി മുതൽ ഈ സാക്ഷി എന്ന ആപ്പിലൂടെ കാണാൻ സാധിക്കും. ഏതാപ്പാണ്? ഈ സാക്ഷി എന്ന ആപ്പിലൂടെയാണ് കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് കാണാൻ സാധിക്കുക. 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? ഭൂപീന്ദർ സിംഗ് റാവത്ത്. അപ്പോൾ ഭൂപീന്ദർ സിംഗ് റാവത്ത് ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സോജൻ ജോസഫ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ആര്? സോജൻ ജോസഫ്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഷീൽ നാഗു. ഫ്രഞ്ച് ഐതിഹ്യങ്ങളിൽ സ്ഥാനം പിടിച്ച 1300 വർഷമായി കൂറ്റൻ പാറയ്ക്ക് മുകളിൽ ഉറച്ചിരുന്ന വാളിന്റെ പേരെന്താണ്? ഡ്യൂറന്റൽ വാൾ. ഡ്യൂറന്റൽ വാള്. ഫ്രഞ്ച് ഐതിഹ്യങ്ങളിൽ സ്ഥാനം പിടിച്ച 1300 വർഷമായിട്ട് കൂറ്റൻ പാറയ്ക്ക് മുകളിൽ ഉറച്ചിരുന്ന വാൾ ഏതാണ്? ഡ്യൂറന്റൽ വാള്. വനിതകളുടെ 2024 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് ആരാണ്? ബാർബോറ ക്രജിക്കോവ. ബാർബോറ ക്രജിക്കോവയാണ്. ബാർബോറ ക്രജിക്കോവ. വനിതകളുടെ 2024 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് ബാർബോറ ക്രജിക്കോവ. 2024 പുരുഷന്മാരുടെ വിംബിൾഡൺ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2024 പുരുഷന്മാരുടെ വിംബിൾഡൺ കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. അഗ്രികൾച്ചറൽ ലീഡർഷിപ്പ് അവാർഡ് 2024 ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഹോർട്ടിക്കൾച്ചർ അവാർഡ് 2024 നേടിയ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ് സ്റ്റേറ്റ് ഇൻ ഹോർട്ടിക്കൾച്ചർ അവാർഡ് 2024 ബെസ്റ്റ് സ്റ്റേറ്റിനുള്ള ഇൻ ഹോർട്ടിക്കൾച്ചർ അവാർഡ് 2024 നേടിയ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഒലി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറിയാണ്. UGC ചെയർമാൻ M ജഗദീഷ് കുമാർ. ISRO ചെയർമാൻ S സോമനാഥ്. VSSC ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. UPSC ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധൻ. ആരാണ്? പ്രീതി സുധൻ. അപ്പോൾ UPSC ചെയർപേഴ്സൺ പ്രീതി സുധൻ. VSSCയുടെ ഡയറക്ടർ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ. ISRO ചെയർമാൻ S സോമനാഥൻ. UGC ചെയർമാൻ M ജഗദീഷ് കുമാർ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറി. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. വനിതകളുടെ 2024 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയതാരാണ്? ബാർബോറ ക്രജിക്കോവ. 2024 പുരുഷന്മാരുടെ വിംബിൾഡൺ കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ്. ഏത് മേഖലയിലാണ് പ്രശസ്തൻ? അദ്ദേഹം ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഷീൽ നാഗു. ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് ആരാണ്? അബ്ദുള്ള അബൂബക്കർ. ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ട്രിപ്പിൾ ജമ്പ്. ഈ സാക്ഷി എന്താണ്? ഈ സാക്ഷി കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് ഇനി മുതൽ ഏത് ആപ്പിലൂടെയാണ് കാണാൻ സാധിക്കുന്നത്? ഈ സാക്ഷി എന്ന ആപ്പിലൂടെയാണ്. ഇന്ത്യയുടെ കരസേന മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. SBIയുടെ ചെയർമാൻ ആരാണ്? CS ഷെട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 3700 അണക്കെട്ടുകൾക്ക് ആകെ സംഭരണത്തിന്റെ എത്ര ശതമാനമാണ് ചെളി കാരണം നഷ്ടമാകുക? 26%. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ജനുവരി 28. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? ഒഡീഷ. പിന്നീട് 61ാമത് കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? കോഴിക്കോട്. മ്യാൻമാർ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ജനുവരി 4-നാണ്. അലീഡ ഗുവേരയ്ക്ക് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആര്? അലീഡ ഗുവേരയ്ക്ക് ഏത് അവാർഡാണ് ലഭിച്ചത്? ഗൗരിയമ്മ പുരസ്കാരമാണ് ലഭിച്ചത്. പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് 2023 നേടിയ മുഹമ്മദ് ഇർഫാൻ അലി ഏത് രാജ്യത്തെ രാഷ്ട്രപതിയാണ്? ഗയാനയുടെ രാഷ്ട്രപതിയാണ്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ആരാണ്? അജയ് കുമാർ സൂദ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? മാധവി ബുരി ബച്ചാണ്. നിലവിലെ സോളിസിറ്റർ ജനറൽ ആര്? തുഷാർ മേത്ത. ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കുവാനുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭവയാണ്. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് ഉറ്റവർ എന്ന കവിത എഴുതിയതാരാണ്? കവി പ്രഭാവർമ്മയാണ്. കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? വെളിച്ചം. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ കടുവാ സങ്കേതം. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ്? ആർദ്ര കേരളം പുരസ്കാരമാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? CD രവീന്ദ്രൻ നായർക്കാണ്. കർഷക തിലകം പുരസ്കാരം ബിന്ദു കെയ്ക്കാണ്. തെങ്ങ് കർഷകന് നൽകുന്ന അവാർഡാണ് മികച്ച തെങ്ങു കർഷകന് നൽകുന്ന പുരസ്കാരമാണ് കേരകേസരി പുരസ്കാരം. ഇത് ലഭിച്ചത് ആർക്കാണ്? PT സുഷമ്മയ്ക്കാണ്. എന്നാണ് 1 രൂപ നോട്ട് പുറത്തിറക്കിയത്? 1949 ഓഗസ്റ്റ് 12-നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് പുറത്തിറക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി നോട്ടാണ് കറൻസി നോട്ട് പുറത്തിറക്കിയത് 1949 ഓഗസ്റ്റ് 12-നാണ്. 2024 75 വർഷമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 2024 ഓഗസ്റ്റിൽ 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? 1 രൂപ നോട്ടാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാർ വിശിഷ്ട സേവനത്തിനുള്ള വിജ്ഞാൻശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി വനിത ആരാണ്? ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനാണ്. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? വീട്ടുമുറ്റത്തെ വിദ്യാലയം. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായതാരാണ്? KR മീര. 2024 അക്ഷയശ്രീ പുരസ്കാരത്തിന് അർഹനായതാരാണ്? സെബാസ്റ്റ്യൻ P അഗസ്റ്റിനാണ്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? മുംബൈയാണ്. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ്? സുധാമൂർത്തി. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹാരിയർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹഹസ്തമാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. 2024 സൗദി അറേബ്യ. ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8 ലോക സമുദ്ര ദിനം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. അതുപോലെ തന്നെ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സംഗീതജ്ഞനും സരോദ് വാദകനുമാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ്? അജിത് ഡോവൽ ആണ്. എന്താണ് വിദ്യാമൃതം പദ്ധതി? പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുവാനായി മമ്മൂട്ടി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് വിദ്യാമൃതം. സുഹേൽവ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സുഹേൽവ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശിലാണ്.
ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക ബി രാജീവ്. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം 2024 പ്രമേയം എന്താണ്? നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലത്തിനാണ്. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി ഏതാണ്? അമേരിക്കയാണ്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യ വേദി ഏതാണ്? ശ്രീനഗർ ആണ്. കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? പി തങ്കപ്പൻ നായരാണ്. 18ാമത് ലോകസഭയിലെ പ്രോടേം സ്പീക്കറായി നിയമിതരായത് ആരാണ്? 18ാമത് ലോകസഭയിലെ പ്രോടേം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ്. ഭർതൃഹരി മെഹ്താബ് ആണ് 18ാമത് ലോകസഭയിലെ പ്രോടേം സ്പീക്കർ. 2024 പെൻബിൻഡർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാരാണ്? ഡോക്ടർ KG പൗലോസ് ആണ്. നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ ആണ്. 2024 T20 കപ്പ് ജേതാവ് ഇന്ത്യ. ഈ വർഷത്തെ അതായത് 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MN കാരശ്ശേരിയാണ്. സാഹിത്യകാരി P വത്സലയുടെ അവസാന നോവൽ ഏതാണ്? ചിത്രലേഖ. വിദ്യാഭ്യാസത്തിനും അതിജീവനത്തിനുമായി ബീഹാറിലേക്ക് പോകുന്ന മലയാളിയായ ഗ്രാമീണ പെൺകുട്ടിയുടെ കഥ പറയുന്ന നോവലാണ് ഏത്? ചിത്രലേഖ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് ഏത് ബയോളജിക്കൽ പാർക്കിലാണ്? ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക്. മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.